മനുഷ്യന്മാരെ കൂടിയിട്ടേ ഹിന്ദുക്കളൊക്കെ ഉണ്ടാവും. എന്നിട്ട് അരി കപ്പ പുഴുങ്ങിയതും കാന്താരിമുളക് ചമ്മന്തിയും കട്ടനും കാപ്പി അടിപൊളിയാ. അതന്നെ. ഇത് ഞങ്ങള് കാടൊക്കെ വെട്ടാൻ പോയില്ലേ പള്ളിക്ക്. പച്ചമുളക് അത് മഴ കാരണം കൊണ്ട് പൊട്ടിക്കാൻ പറ്റിയില്ല, അപ്പൊ കൊറേ നാശായി. അന്നേരം നല്ല കളറ്. ഈ പച്ചമുളക് ഞാന് കിലോ 100 രൂപയായിട്ടാണ് കൊടുക്കണത്. ഭയങ്കര എരിവാണ്. രണ്ട് നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്നത് രണ്ടും. ഇതാണ് നേന്ത്രവെണ്ട. മഴ ഒന്ന് കുറഞ്ഞിട്ട് വേണം നമുക്ക് തടത്തിലേക്ക് നുള്ളി നടാനായിട്ട്. ഇതിങ്ങനെ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ ഒപ്പം വെച്ചിട്ട് ഇങ്ങനെ മുറിക്കും. എന്നിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ടുണ്ട് നമ്മൾ നടാം. ഇത് നാടൻ മഞ്ഞളാണിത്, നമ്മുടെ നാടൻ മഞ്ഞൾ. ഇത് ഈ മഞ്ഞൾ പറിച്ച് നമ്മൾ ഇത് മാർച്ച് ആകുമ്പോൾ പറിക്കും. മാർച്ചിലാണ് പറിക്കുക. ഇപ്പം മണ്ണിടൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ. മാർച്ചിൽ ഇത് പറിച്ച് നമ്മൾ ഉണക്കി പൊടിച്ചിട്ട് 450 രൂപ കിലോ ആയിട്ടാണ് കൊടുക്കണത്. പാക്കറ്റുകളാക്കിയിട്ടാണ് കൊടുക്കണത്. ഇഷ്ടം പോലെ ആൾക്കാർ മഞ്ഞൾപ്പൊടിക്ക് വേണ്ട ആൾക്കാരാണ്, തിങ്ങിയ ആൾക്കാരാണ്. അങ്ങനെ ഈ പറമ്പ് മുഴുവൻ മഞ്ഞളാണ്. അതിന് ഇന്നത്തെ മഴയ്ക്ക് ഇതേ ചാലുകളൊക്കെ നിറഞ്ഞു കിടക്കുക. അപ്പൊ അത് കാരണം അപ്പുറത്തേക്ക് കിടക്കാൻ ആ പറമ്പ് അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ 1.5 ഏക്കർ പറമ്പാണ്. അത് മുഴുവൻ അങ്ങോട്ടും മഞ്ഞളാണ്. കൊള്ളി കാണുമ്പോ ചെറിയ കൊള്ളിയാണെന്ന് കൂട്ടണ്ട. ഈ കൊള്ളി മഞ്ഞക്കൊള്ളിയാണ്. ഇത് പൊഴിഞ്ഞ് കഴിയുമ്പോൾ കൊള്ളി മഞ്ഞയാണ്. ഇതിൻ്റെ ഉള്ളിൽ മഞ്ഞ കളറാണ്. ഇത് ഷുഗറുള്ളവർക്ക് എന്തോരം കഴിച്ചാലും കുഴപ്പമില്ല, കാരണം ഷുഗർ വരില്ല. ഈ കൊള്ളിക്കുള്ള പ്രത്യേകത. പിന്നൊക്കെ ജൈവവളവും ആർക്ക് വേണമെങ്കിലും കഴിക്കാം, എത്ര ഷുഗറുള്ളവർക്കും കഴിക്കാം. ഇതിൻ്റെ ഇത് കണ്ടറിയാം. കൊള്ളി വലുതാവില്ല. കൊള്ളി ഇതിപ്പോൾ വേറുള്ളിടത്താണ്. എന്നാലും ഈ കൊള്ളിയുടെ പ്രത്യേകത ഉണ്ടോ, ഉള്ളു മഞ്ഞ കളറാണ്. എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ജൈവവളം എന്ന് പറഞ്ഞിട്ടൊരു വളമുണ്ട്. ഇത് കൂടാതെ അതാണ് ചേച്ചി ഉപയോഗിക്കണത്. അതൊക്കെ ഉപയോഗിക്കണത്. എന്റെ ജൈവ പച്ചക്കൃഷി. ജൈവ പച്ചക്കൃഷി.